ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്നൊരു പുതിയ എപ്പിസോഡായിട്ട് വന്നേക്കുന്നത് കഥ പറയാൻ്റെ. ഇന്ന് കർക്കിടകം 1 രാമായണ മാസം ആരംഭിച്ചു. പല ക്ഷേത്രങ്ങളിലും മുന്നൊക്കെ നാട്ടിൽ 1-2 ക്ഷേത്രങ്ങളിൽ മാത്രം ഔഷധക്കഞ്ഞി വിതരണം, പിന്നെ രാമായണ മാസത്തിലെ കാലത്തും വൈകിട്ടും രാമനാമം പാരായണം കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പക്ഷേ കുറച്ചും കൂടി അത് വൈഡായി. നാട്ടിലുള്ള ഒരുവിധം ക്ഷേത്രങ്ങളിലൊക്കെ രാമായണ പാരായണം കാലത്തും വൈകിട്ടുണ്ട്. ഭക്തി പ്രഭാഷണങ്ങൾ, പിന്നെ ഒരുപാട് ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ചെർളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് വ്യത്യസ്തമായൊരു വീഡിയോ ചെയ്യാൻ വെച്ചിട്ട് എന്താണ് നമ്മുടെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആവണങ്ങാട്ട് വിഷ്ണുമായ സ്വാമി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ ഉണ്ട്. ഐതിഹ്യം എന്ന രീതിയിൽ ഞാൻ ഒരുപാട് മുന്നേ കേട്ടതാണ്. പിന്നെ അതിനെക്കുറിച്ചുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ വിക്കിപീഡിയയിലൊക്കെ നോക്കി ഇംഗ്ലീഷിന് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ ശ്രീരാമക്ഷേത്രങ്ങളിലെ എല്ലാം ശ്രീരാമനുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലും കാര്യങ്ങളിലെല്ലാം കാവൽ നിൽക്കുന്നത് ഹനുമാൻ സ്വാമിയാണ് വിശ്വാസം. കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങൾക്കൊക്കെ കാവൽ ഹനുമാൻ സ്വാമി എന്നാണ് വിശ്വാസം. എന്നാൽ ഒരു ക്ഷേത്രത്തിൽ മാത്രം ഹനുമാൻ സ്വാമി കൂടാതെ ഒരു കാവലുണ്ട്. അത് ആവണങ്ങാട്ട് വിഷ്ണുമായാണ്. ആവണങ്ങാട്ട് വിഷ്ണുമായ തൃപ്പയാർ അമ്പലത്തിനെ ഹനുമാൻ സ്വാമി കൂടാതെയുള്ള ഒരു കാവൽക്കാരൻ എന്ന സങ്കല്പമുണ്ട്. ഞാനതിൻ്റെ സങ്കല്പം കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാം. അപ്പോൾ കർക്കിടക മാസം 1-ാം തീയതി തന്നെ ഇത് പറയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കുറച്ച് നാളായി ഞാനിത് സംസാരിക്കണം. ആവണങ്ങാട് വിഷ്ണുമായ ക്ഷേത്രവും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രവും ഇത് രണ്ടും ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടോ നീണ്ടു പോയി. അത് ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ വർഷം 2024 എടുത്ത ചെർളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വീഡിയോ ഇന്നലെയാണ് പോസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. എഡിറ്റിങ് വൈകി പോയി. പിന്നെ കുറച്ച് ലേറ്റായപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അടുത്ത കർക്കിടകത്തിൽ തന്നെ ചെയ്യാം. 1-ാം തീയതി ഇന്നാണല്ലോ, തലേ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്നലെ പ്രീമിയർ ചെയ്തു. വളരെ നല്ല അഭിപ്രായങ്ങളാണ് ലഭിച്ചത്. വീഡിയോസിനൊന്നും കാര്യമായിട്ട് കമൻ്റ് ഇല്ലെങ്കിലും പേഴ്സണലായിട്ട് എന്നെ വിളിച്ച് പലരും അമ്പലം എവിടെയെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു. എനിക്കും അധികം വർഷങ്ങളായിട്ട് ഈ അമ്പലത്തെക്കുറിച്ചൊന്നും അറിയില്ല. അങ്ങനെ അമ്പലം ഉണ്ടെന്നല്ലാതെ ഇത്രയധികം കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ഏക 4 അമ്പലം എന്ന രീതിയിൽ ആ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ 4 അമ്പലത്തിൽ പോയി ദർശന പുണ്യം കിട്ടുമെന്നൊക്കെ ഞാൻ അന്നാണ് അറിയണത് കേട്ടോ. കേരളത്തിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രവും ആവണങ്ങാട്ട് വിഷ്ണുമായ സ്വാമി ക്ഷേത്രവും തമ്മിൽ കഥയിൽ ആകർഷകമായ ഒരു ബന്ധം അടങ്ങിയിരിക്കുന്നു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് ശേഷം ശ്രീ വിഷ്ണുമായ സ്വാമി ആവണങ്ങാട്ട് കളരിയിൽ ഒരു കലാരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭക്തർ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതും ക്ഷേത്രം സന്ദർശിക്കുന്നതും തങ്ങളുടെ ദുഃഖങ്ങൾ അവതരിപ്പിക്കുന്നതും പരിഹാരം നേടുന്നതും ആവണങ്ങാട്ട് വിഷ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ആവണങ്ങാട്ട് ക്ഷേത്രങ്ങളിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആവണങ്ങാട്ട് വിഷ്ണുമായുടെ സാന്നിധ്യം തൃപ്രയാറുണ്ട് എന്ന് വിചാരിച്ച് ആരും തൃപ്രയാർ വന്നിട്ട് വിഷ്ണുമായ സങ്കല്പത്തിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് എനിക്ക് അറിവില്ല. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. എങ്കിലും ഞാൻ കുറച്ച് വിവരങ്ങൾ മാത്രം ഇതിൽ പങ്കുവയ്ക്കുന്നു. കൂടുതലായിട്ടുള്ള വൈഡ് വീഡിയോ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃപ്രയാർ ശ്രീരാമന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. വലിയ ഒറ്റനില വൃത്താകൃതിയിലുള്ള ശ്രീകോവിലും ചുറ്റുമുള്ള വിശാലമായ 4 വശങ്ങളുള്ള ചുറ്റുമതിലിലും ഇത് ഒരു 4 അമ്പലം എന്നുള്ള രീതിയിലാണ് ഈ അമ്പലം നിർമ്മിച്ചേക്കുന്നത്. 4 അമ്പലം എന്നാണ് 4 അമ്പല സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലം ആണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ആവണങ്ങാട്ട് വിഷ്ണുമായ ക്ഷേത്രം തൃശ്ശൂരിലെ പെരിങ്ങോട്ടുകരയിൽ സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിൽ കുട്ടിച്ചാത്തൻ എന്നറിയപ്പെടുന്ന ശ്രീ വിഷ്ണുമായ്ക്ക് ആണ് സാന്നിധ്യവും കർമ്മങ്ങളും പൂജകളും എല്ലാം കൊടുത്തു പോകുന്നത്. പിന്നെ വരുന്നത് ഇവിടുത്തെ ബന്ധം എന്ന് പറയുന്നത് തൃപ്രയാറിലെ ഉച്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ആവണങ്ങാട്ട് കളരിയിലെ ശ്രീ വിഷ്ണുമായ ഒരു പ്രത്യേക കലാരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അതായത് ആദ്യത്തെ തൃപ്രയാർ അമ്പലത്തും വിഷ്ണുമായ സങ്കല്പത്തിലും 2 കഥകളാണ് നിലനിൽക്കുന്നത്. ആദ്യത്തെ കഥയാണ് ഞാൻ വായിച്ചത്. കഥ അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് ഇതിലുള്ളത് കേട്ടോ.
ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശത്തെ, അതായത് പെരിങ്ങോട്ടൂർ തൃപ്രയാർ പ്രദേശത്തെ രണ്ട് ക്ഷേത്രങ്ങളും സാംസ്കാരികമായും മതപരവുമായും പ്രാധാന്യമുണ്ട്. ഏകാദശി ഉത്സവത്തിന് തൃപ്രയാർ എന്ന് പറഞ്ഞാൽ തൃപ്രയാർ ഏകാദശി എന്നുള്ള പേരിലാണ് വലിയ രീതിയിൽ അറിയപ്പെടുന്നത്. തൃപ്രയാർ ഏകാദശി ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ തന്നെ നാലമ്പല ദർശനം നടത്തുന്ന കർക്കിടക മാസത്തിലും വളരെയധികം ആളുകൾ വരുന്നുണ്ട്. ഇതേ സമയം ആവണങ്ങാണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തിറവെള്ളാട്ട് ഉത്സവത്തിനാണ് പ്രശസ്തം. അതായത് വിഷ്ണുമായിക്ക് കളവും കാര്യങ്ങളൊക്കെ നടക്കണ ഒരു 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തിറവെള്ളാട്ട് മഹോത്സവം നടക്കുന്നുണ്ട്. അതിനാണ് ആവണങ്ങാട്ട് ക്ഷേത്രം പ്രസിദ്ധമായിട്ട്. വിഷ്ണുമായിക്ക് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും കുറച്ച് കൂടി ആളുകൾ എത്തിപ്പെടുന്നതും കുറച്ച് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ക്ഷേത്രങ്ങളിലെ പെരിങ്ങോട്ടുകര പോലുള്ള കാനടിക്കാവ് പോലുള്ള ക്ഷേത്രങ്ങളിലേക്കാൾ കുറവ് പരസ്യങ്ങളും കാര്യങ്ങളും സെലിബ്രിറ്റീസ് വന്നിട്ട് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ കുറച്ച് കുറവ് ആവണങ്ങാട്ട് ക്ഷേത്രത്തിലാണ്. ഞാൻ ആവണങ്ങാട്ട് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, പെരിങ്ങോട്ടുകര ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടില്ല. കാനടിക്കാവിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബൂസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. ചെറിയൊരു കാര്യത്തിന് പോകുമ്പോൾ പോലും വലിയ വഴിപാടുകൾ ചെയ്താൽ നമുക്ക് അതിനനുസരിച്ച് വലിയ വലിയ കാര്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ നിർബന്ധിക്കണമൊന്നുമില്ല, എന്നാൽ പോലും കുറച്ച് പബ്ലിസിറ്റി കൂടിയുള്ള അമ്പലമാണ്. ഞാൻ രണ്ടാമത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പം അടുത്ത് ഒരു പാട്ടിലൂടെ കേട്ട കാര്യങ്ങളാണ് കേട്ടോ. ആ പാട്ടിൻ്റെ തുടക്കത്തിൽ ഒരു സിനിമ എഴുത്തുകാരൻ പറയുന്ന ഒരു സംഭവം ഞാൻ പിന്നീട് അതൊന്ന് കേട്ടിരുന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ്. തൃപ്രയാർ ശ്രീരാമസ്വാമിയും ആവണങ്ങാട്ടിൽ വിഷ്ണുമായ സ്വാമിയും തമ്മിൽ പിതൃപുത്ര ബന്ധമാണ്. ഈ പിതൃപുത്ര ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്, ആറാട്ടുപുഴ പൂരത്തിന് പോകുന്ന ശ്രീരാമസ്വാമി ആവണങ്ങാട്ടിലിറങ്ങി തൻ്റെ മകനായ വിഷ്ണുമായ സ്വാമിയെ കാണുന്നു. അവർ സംസാരിച്ച ശേഷം മകനെയും കൊണ്ട് അച്ഛൻ തൃപ്രയാറേക്ക് തന്നെ പോകും. അതായത് ആറാട്ടുപുഴ ഉത്സവത്തിന് ശ്രീരാമസ്വാമി തേവര് പോണ ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് പോകുന്നതിന് മുന്നേ സ്വാമി ആവണയങ്ങാട്ട് പോയിട്ട് വിഷ്ണുമായനെ കണ്ട് വിഷ്ണുമായനെ കൂട്ടിക്കൊണ്ടുവരിക എന്നാണ് പറയണത് കേട്ടോ. എന്നിട്ട് അവിടെ മകനെ കാവൽ നിർത്തി തൃപ്രയാരപ്പൻ ആറാട്ടുപുഴ പൂരത്തിന് പോകുന്നു. വിഷ്ണുമായനെ ആവണങ്ങാട്ട് പോയി വിളിച്ചു കൊണ്ടുവന്ന് തൃപ്രയാരപ്പൻ എന്ന ശ്രീരാമസ്വാമി ആവണങ്ങാട്ട് കാവൽ നിർത്തി അതായത് ആവണങ്ങാടിൻ്റെ വിഷ്ണുമായനെ വിളിച്ചു കൊടുന്ന് തേവര് തൃപ്രയാർ കാവൽ നിർത്തിയിട്ട് പോകുന്നാണ് പറയണത് കേട്ടോ. ആറാട്ടുപുഴ പൂരത്തിന് പോയി അച്ഛൻ മടങ്ങി വരുന്നതുവരെ വിഷ്ണുമായ സ്വാമിയാണ് തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കേട്ടിടത്തോളം ഉള്ള എല്ലാ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനും ഹനുമാൻ സ്വാമിയുടെ കാവലുണ്ട് എന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ഹനുമാൻ സ്വാമി കൂടാതെ ഒരു ഈശ്വര സങ്കല്പം ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമായിരുന്നു. ആദ്യം ഞാൻ കേട്ടത് ഈ ശ്രീരാമസ്വാമി ക്ഷേത്രം ആവണങ്ങാട്ട് തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതിൽ ചെറിയ ചെറിയ ബന്ധങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്. അതിൻ്റെ ഐതിഹാസികങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഞാനിപ്പോൾ അടുത്ത് ആണ് ഞാൻ ഈ ഒരു പാട്ട് കേൾക്കാനിടയാവുന്നത്. ഈ പാട്ടിന് മുന്നിൽ ഇൻട്രോ പോലെ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് എനിക്കും അത്ഭുതം തന്നെയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ബാക്കി ഭാഗം കൂടി വായിച്ചു തരാം. ഇങ്ങനെ അച്ഛൻ മകൻ ബന്ധവും വിഷ്ണുമായ സ്വാമി കാവൽ നിൽക്കുന്ന ഒരു ഐതിഹ്യം ഇവിടെയുണ്ട്. ഈ ഐതിഹ്യത്തെ പറ്റിയിട്ടുള്ള പാട്ടുകളാണ് എന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനും. അത് ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വിക്കിപീഡിയയിലൊക്കെ ഉള്ളതാണ്. രണ്ടാമത് ഞാൻ യൂട്യൂബിൽ ഒരു പാട്ട് കേട്ടിട്ട് ആണ് തൃപ്രയാർ എന്താ പറയുക ആറാട്ടുപുഴയോളം പോകുന്ന ശാസ്താവ് എന്നല്ല, ആറാട്ടുപുഴയോളം പോകുന്ന ശ്രീരാമസ്വാമി മകനെ കാവൽ നിർത്തി പോകുന്നു എന്നുള്ള രീതിയിലാണ് പാട്ട്. അപ്പോൾ ആ പാട്ട് കേട്ട് അതിലെ മുന്നിൽ ഇൻട്രോ ഒക്കെ കണ്ട് എനിക്കത് ഇഷ്ടമായി. ഇത് എത്രത്തോളം സത്യം എന്നറിയില്ല. ഇത് നമ്മുടെ വീഡിയോ കാണുന്നവർ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞത് സത്യമാണോ, നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടോ, ഇത് കൂടാതെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വേറെ ആരെങ്കിലും കാവലുണ്ടോ, അതിനെക്കുറിച്ച് വല്ല ഐതിഹ്യം ഉണ്ടോ, അപ്പുറത്ത് പെരിങ്ങോട്ടുകര അമ്പലമുണ്ട്, പിന്നെ കാനാടിക്കാവ് അമ്പലമുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല. ആവണങ്ങാട്ട് അമ്പലവും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രവും തമ്മിലാണ് ഐതിഹ്യങ്ങൾ കേട്ടേക്കണത്. അതന്നെ ഞാൻ കൺക്ലൂഷനിലെത്താം.
ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിലെ ഹനുമാൻ സ്വാമിയെ കൂടാതെ മറ്റൊരു ദൈവം കാവലുള്ള ഒരേ ഒരു ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം എന്നാണ് എൻ്റെ ചെറിയ അറിവ്. നമ്മുടെ വീഡിയോ കാണുന്ന, നമ്മുടെ കഥ പറയും എപ്പിസോഡ് കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാമെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണം. നമ്മുടെ വിഷ്ണുമായതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യുന്ന നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, രതീഷ്. അവന് ഈ വീഡിയോ കണ്ടിട്ട് അവൻ എന്തെങ്കിലും അറിയുമെങ്കിൽ അവനും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക, ഒപ്പം ഇതിന് കമൻറ്റ് ചെയ്യും വേണം. പിന്നെ നിങ്ങളുടെ നാട്ടിലെ ക്ഷേത്രങ്ങളെ കുറിച്ചിട്ട് തന്നെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യാം. വരും ദിവസങ്ങളിലെ ഭക്തിപരമായ എന്തെങ്കിലും കാര്യങ്ങൾ കഥ പറയാൻ എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ വീഡിയോസ് കണ്ട അഭിപ്രായങ്ങൾ പറയുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ എന്താ പറയുക, അല്ലാതെ പുതിയ പുതിയ ആളുകൾ നമുക്ക് കമൻ്റ് ഇടുന്നുണ്ട്, ഷോർട്സിനും പിന്നെ ലോങ് വീഡിയോസിനൊക്കെ കമൻ്റ് ഇടുന്നുണ്ട്. ഇനിയും ചെയ്യണം. പിന്നെ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. സമയം അനുസരിച്ചിട്ട് പറ്റുന്ന പോലെ ഓരോന്ന് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. സംസാരത്തിൽ ചെറിയ ചെറിയ വിക്കലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്ര എക്സ്പേർട്ടൊന്നും അല്ലല്ലോ, ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് ചെയ്ത് തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളായിട്ടുള്ളൂ. ഞാൻ വീഡിയോ ക്യാമറ ഓണാക്കി പിടിക്കും, ദേവട്ടിയാണ് ഫുള്ള് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, ഉടനെ പരിഹരിക്കാൻ ശ്രമിക്കാം. പിന്നെ മൈക്ക് അല്ലാണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ പുതിയ ഫോൺ ആയതുകൊണ്ട് വലിയ പ്രശ്നം എനിക്ക് കേട്ട് നോക്കുമ്പോൾ തോന്നുന്നില്ല. മൈക്കുള്ളത് കുറച്ച് ലൗഡ് സൗണ്ട് ഉള്ളതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല. പിന്നെ കുറച്ച് നല്ല ടൈപ്പ് മൈക്കിനൊക്കെ ഒരു 10-15 രൂപ റേഞ്ച് വരുന്നതുകൊണ്ട് അതും തൽക്കാലം എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കണം. ഭാവിയിൽ മൈക്ക് എടുക്കാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ നിർത്തുകയാണ്. ബായ്.